സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചോളൂ. കണ്ണടച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയൊരു ദൈവ സാന്നിധ്യം വെളിപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങൾ എവിടെ നിന്നാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നീ വിശ്വസിക്കുക, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ദൈവശക്തി ഞാൻ നിൽക്കുന്ന ഈ മണ്ണിൽ, ഈ അന്തരീക്ഷത്തിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. വീടുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ആശുപത്രികളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ജോലി സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, യാത്രയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. നീ വിശ്വസിക്കുക, ഞാൻ ആയിരിക്കുന്ന ഈ അന്തരീക്ഷം ഒരുപക്ഷെ പല പ്രതികൂല സാഹചര്യങ്ങളായിരിക്കും. വീട്ടിലെ അന്തരീക്ഷം ഒരുപക്ഷെ വളരെ നെഗറ്റീവായിരിക്കും. അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും നിന്റെ വീട്ടിലുണ്ടാവും. ഒരുപക്ഷെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സന്തോഷമുള്ള ഒരു കാര്യവും നിനക്ക് ചുറ്റുവട്ടത്തില്ല. എപ്പോഴും വലിയ ഞെരുക്കമായിരിക്കും. എന്നാൽ ഈ ഞെരുക്കത്തിനിടയിൽ നീ തിരിച്ചറിയുക, ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് ഈ അന്തരീക്ഷത്തിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. ഒരുപക്ഷെ നീ ആശുപത്രി കിടക്കയിൽ ഇരുന്നു കൊണ്ടാണ് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നത്. ജീവിതത്തിലെ വലിയ ഞെരുക്കം, ചുറ്റുവട്ടത്ത് നോക്കുമ്പോൾ രോഗികൾ മാത്രം. ദൈവമേ, എന്തുകൊണ്ട് ഈ ജീവിതം, എന്തുകൊണ്ട് ഈ സഹനം എന്നിങ്ങനെ ചിന്തിച്ച് മനസ്സ് മടുത്തിരിക്കുന്ന വ്യക്തിയാവും. ഇതാ നീ ആയിരിക്കുന്ന അന്തരീക്ഷത്തിന് ചുറ്റും വലിയൊരു ദൈവ അഭിഷേകം വലയം ചെയ്യുന്നു. നീ അത് വിശ്വസിച്ച് ഏറ്റെടുക്കുക. യാത്രയിലായിരിക്കും ഒരുപക്ഷെ നീ വിശ്വസിക്കുക, ഇതാ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചുറ്റും ദൈവത്തിൻ്റെ സാന്നിധ്യം അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ ജനതയെ മുന്നോട്ട് നയിച്ചത് ഈ ദൈവമഹത്വമാണ്. ആ ദൈവമഹത്വം എന്നിലും പ്രവർത്തിക്കുന്നു. ജോലി സ്ഥലത്തായിരിക്കും വലിയ ഭാരമായിരിക്കും, ഈ ജോലി വലിയ സങ്കടത്തിന് കാരണമായിരിക്കും. പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ ജോലി സ്ഥലത്തുണ്ടാവും. കൂടെ പ്രവർത്തിക്കുന്നവർ ജോലിയുടെ ഭാരം, ഹെവി ഷെഡ്യൂൾ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലായിരിക്കും. എന്നാൽ കർത്താവിൻ്റെ വലിയൊരു സാന്നിധ്യം നീ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ നീ അനുഭവിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ തന്നെ നീ വലിയൊരു ഭാരത്തിലായിരിക്കും, വലിയൊരു സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കും, എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയായിരിക്കും. ഇതാ നിന്റെ ഈ ഞെരുക്കത്തിൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടുകയാണ്. നീ വിഷമിക്കേണ്ട, കർത്താവ് നിന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുകയാണ്. നീ ഭാരപ്പെടേണ്ട, കർത്താവ് നിന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുകയാണ്. നീ കാണാത്തൊരു വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കും. ഒരുപക്ഷെ ഗർഭിണിയായിട്ട് വീട്ടിലിരുന്ന് വല്ലാണ്ട് വിഷമിക്കുന്ന വ്യക്തിയാവും. ഇതാ കർത്താവ് അങ്ങനെയുള്ളവരെ അത്ഭുതകരമായിട്ട് സംരക്ഷിക്കുന്നു. നിന്റെ ഉള്ളിൽ വല്ലാത്ത ഭയമുണ്ടാവും, നിന്റെ ഉള്ളിൽ വല്ലാതെ ഞെരുക്കങ്ങൾ ഉണ്ടാകും, പലതരത്തിൽ പൈശാചിക പീഡകൾ ഉണ്ടാവും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ സംരക്ഷിക്കും. നീ വിശ്വസിക്കൂ. ജോലി നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ പ്രാർത്ഥിക്കുന്ന സഹോദര, നീ വിഷമിക്കേണ്ട. കർത്താവ് നിന്നിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ് നിന്നിൽ അത്ഭുതകരമായിട്ടൊരു വഴി തുറന്നു തരും. വിശ്വസിക്കൂ, എൻ്റെ ദൈവം ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. കാരണം ദൈവത്തിൻ്റെ അഗ്നി നിന്നിൽ പ്രവർത്തിക്കും. എൻ്റെ ദൈവം തീയാണ്, ദ ഫയർ, ദ റിയൽ ഫയർ. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. ജെറമിയായുടെ പ്രവചനം 31 അധ്യായം 20 തിരുവചനം വലതുകരമുയർത്തി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എഫ്രായിം എന്റെ വത്സല പുത്രനല്ലേ, എന്റെ ഓമന കുട്ടൻ. അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവന്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. എന്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു. എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് കരുണയുള്ള എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമിയായുടെ പ്രവചനം 1 അധ്യായം 4, 5 തിരുവചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ദൈവമേ, ദൈവമേ, എന്നെ കുറിച്ച് പദ്ധതിയുള്ള ദൈവമേ, എന്റെ ജന്മം അനുഗ്രഹമാണ്. എന്റെ ജീവൻ വിലയുള്ളതാണ്. ദൈവത്തിന്
എന്നെ എന്നെ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 6-ാം തിരുവചനം വായിച്ച്. ചാപ്റ്റർ 8 വേഴ്സ് 6. 8-ാം അധ്യായം അതിന്റെ 6-ാം തിരുവചനം. 8:6 കിട്ടിയോ? ഒന്ന് വായിച്ചാലോ. 8-ാം അധ്യായം 6-ാം തിരുവചനം വായിച്ചോ. അവൻ ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു. പിന്നീട് ശ്രദ്ധിച്ചോ. പിന്നീട് അവൻ അവൻ ആ ആ ഏഴപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. കണ്ടോ? ദേ വായിച്ചു പോകുമ്പോഴത്തേക്ക് 9-ാം വചനം വായിച്ച്. ഭക്ഷിച്ചവർ ഏകദേശം 4000 പേര്. അപ്പൊ ഈ 4000 പേർക്ക് കൊടുക്കാൻ ഈശോയുടെ കയ്യിൽ എന്താ ഉള്ളത്? എത്ര അപ്പം ഉണ്ട്? 7 അപ്പം. ആദ്യത്തിൽ എത്രയായിരുന്നു? 5 അപ്പം. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും ഭക്ഷിച്ചാൽ തികയത്തില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ മിറക്കിൾ, അത്ഭുതം സംഭവിക്കുന്നത്. അപ്പൊ ഈശോ ഈ അപ്പം എടുത്ത് ശിഷ്യന്മാരുടെ കയ്യിൽ വിളമ്പാൻ കൊടുത്തു. വായിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് 9-ാം വചനം പറയുന്നു, ഭക്ഷിച്ചവർ ഏകദേശം 4000 പേരുണ്ടായിരുന്നു. അല്ലെ? 4000 പേരുണ്ടായിരുന്നു. 8-ാം വചനം ഒന്ന് വായിച്ചേ. ജനം ഭക്ഷിച്ച് തൃപ്തരായി. ജനം ഭക്ഷിച്ച് തൃപ്തരായി, വയറ് നിറഞ്ഞെന്ന്. അല്ലാതെ ഒരെണ്ണം സാമ്പിളിന് കിട്ടിയതല്ലെന്ന്. അല്ലേ? ഒരെണ്ണം നമുക്ക് സാമ്പിളിന് കിട്ടി അല്ല, മറിച്ച് അത് കഴിച്ച് അവരുടെ വയറ് നിറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്, ജനം ഭക്ഷിച്ച് തൃപ്തരായി, ശേഷിച്ച ഭക്ഷണങ്ങൾ 7 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ആദ്യത്തേതിൽ 12 കുട്ട, ഇവിടെ 7 കുട്ട. ഹല്ലേലൂയ. അപ്പൊ എന്തു മനസ്സിലായി? ഇവിടെയും സമൃദ്ധി. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, മെത്തഡോളജി സെയിമാണ്. ഈശോയുടെ അത്ഭുതത്തിന്റെ രീതി ഒരേ പാറ്റേൺ ആണ്, ഒരേ രീതിയാണ്. ഏതാണ് രീതി? ഈശോ അപ്പമെടുക്കും, മുറിക്കല്ലേ, അപ്പമെടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം, നന്ദി പറയും. ഇതെടുക്കണം, സ്വർഗത്തിലേക്ക് നോക്കണം, കൃതജ്ഞതാ സ്തോത്രം, നന്ദി പറയണം, പിന്നെ മുറിക്കും, പിന്നെ വിളമ്പും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, മർക്കോസിന്റെ തന്നെ സുവിശേഷം 14-ാം അധ്യായം ഒന്നെടുത്തേ. ചാപ്റ്റർ 14, 14-ാം അധ്യായം. അവിടെ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു സുന്ദരമായ കാര്യം. 14-ാം അധ്യായം അതിൻ്റെ 22-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ. ചാപ്റ്റർ 14 വേഴ്സ് 22. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം കണ്ടല്ലോ, ശ്രദ്ധിച്ചോണേ. അതാണല്ലോ ഏറ്റവും വലിയ അത്ഭുതം, അല്ലേ? മനുഷ്യന്റെ വയറു നിറഞ്ഞ അത്ഭുതത്തെക്കാൾ വലുതാണ് ആത്മീയ ജീവിതം നിറയ്ക്കുന്ന അത്ഭുതം, ഏറ്റവും വലിയ മിറക്കിൾ. എങ്ങനെയാണെന്ന് വായിച്ചോളൂ. 22-ാം വചനം വായിച്ചോളൂ. അവർ ഭക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് സ്വീകരിക്കുവിൻ, ഇതെന്റെ ശരീരമാണ്. അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതമായ വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോഴും ഈശോ ചെയ്ത പ്രവൃത്തി ഇത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇത് വായിക്കുന്ന എൻ്റെ ജീവിതത്തിലും നിന്റെ ജീവിതത്തിലും സ്വീകരിക്കേണ്ട ഒരു മെത്തഡോളജി ഈശോ പഠിപ്പിക്കുകയാണ്. നിനക്കൊരത്ഭുതം, അനുഗ്രഹം വേണമോ? എന്ത് ചെയ്യണം? നിന്റെ കയ്യിൽ എന്താ ഉള്ളത് അത് നീ എടുക്കണം. ആമേൻ, ആമേൻ. നിന്റെ കയ്യിൽ എന്താണ് ഉള്ളത് അത് നീ എടുക്കണം. എന്നിട്ട് അത് തന്നയാളുടെ മുമ്പിൽ അത് ഉയർത്തിപ്പിടിക്കണം. എന്തിനാ? നന്ദി പറയാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പറയാറുണ്ടോ? നമ്മൾ പറയാറുണ്ട്. എന്ത്? ഇത്രയല്ലേ ഉള്ളൂ. ഓ, എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ്, എൻ്റെ മകൻ ഇങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, ഓ ഇങ്ങനെയാണ്. കുറവിനെ നോക്കി പരാതി അല്ലെന്ന്, മറിച്ച് നിന്റെ കയ്യിലുള്ളത് എന്താണോ അത് നീ ഉയർത്തി ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ. അങ്ങനെ നീ നിന്റെ കയ്യിലുള്ളതിനെ, ആ കുറവിനെ ഉയർത്തി നന്ദി പറയുന്നതനുസരിച്ച് നിന്റെ മുമ്പിൽ ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കുറ്റിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലിറ്റി എന്ന് പേരുള്ള ഒരു സഹോദരി നമ്മുടെ താമസിച്ചുള്ള ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്, അച്ഛൻ എനിക്കൊരു അവസരം തരണം. എന്നിട്ട് ആ സഹോദരി പറഞ്ഞ സാക്ഷി ഇങ്ങനെയാണ്. ഈ ലിറ്റി എന്ന് പറയുന്ന സഹോദരി കുറ്റിക്കാട് സ്വദേശി, ഇവള് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന, ജീവിതത്തിലെല്ലാം സന്തോഷകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. 7-8 വർഷത്തോളം ആ ദേശത്ത് ജോലി ചെയ്തു. എന്നിട്ട് നാട്ടിൽ അവധിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ജോലി സ്ഥാപനത്തിൽ നിന്നും ഒരു ലെറ്റർ വന്നു, നിന്നെ ജോലിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവളുടെ വിസയും ക്യാൻസൽ. ഇനി എന്തു ചെയ്യും? വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് ജോലി നഷ്ടപ്പെട്ട് ഞെരുക്കം, ദുഃഖം, ഭാരം, അങ്ങനെ സ്വാഭാവികം. അങ്ങനെ ഞെരുക്കത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവളുടെ ഒരു സുഹൃത്ത് പറഞ്ഞു, നീ ഇങ്ങനെ ഞെരുങ്ങി പിറുപിറുത്ത് പരാതി പറഞ്ഞ് ഇങ്ങനെ ഇരിക്കരുത്. നീ ഒരു കാര്യം ചെയ്, പോട്ട ആശ്രമത്തിൽ പോയിട്ട് നീ ഒരു ആന്തരിക സൗഖ്യ ധ്യാനം കൂടൂ. അങ്ങനെ ഈ പെൺകുട്ടി കഴിഞ്ഞ നവംബർ മാസത്തിൽ നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ വന്നു. എന്നിട്ട് ധ്യാനം കൂടി. ധ്യാനത്തിനിടയിൽ ഈ പെണ്ണ് ചെയ്ത പ്രവൃത്തി, ഇപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥ, ഈ ഞെരുക്കം, നിരാശ, ദുഃഖം, അരിശം, എല്ലാ കാര്യത്തോടും അരിശ. കാരണം വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല, ഇനി മുമ്പോട്ട് നീങ്ങാൻ പറ്റുന്നില്ല, എന്തു ചെയ്യും, എന്തു ചെയ്യും, എന്തു ചെയ്യും? ധ്യാനത്തിനിടയിൽ ഈ പെണ്ണൊരു കാര്യം തീരുമാനിച്ചു, എൻ്റെ ജീവിതത്തിലെ ഈ അനുഭവങ്ങളെല്ലാം ദൈവമേ അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. എന്നിട്ട് ധ്യാനത്തിൽ നിന്ന് നന്നായിട്ട് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഈ പെണ്ണ് ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയോ? ഇത്രയും നാളും എനിക്ക് ജോലി തന്ന ദൈവത്തിന് നന്ദി, എൻ്റെ ഈ ഞെരുക്കത്തെ ഓർത്ത് നന്ദി, എൻ്റെ കുടുംബത്തെ ഓർത്ത് നന്ദി, എൻ്റെ ഇല്ലായ്മകളെ ഓർത്ത് നന്ദി, ഓരോ വിഷയത്തെയും ഓർത്ത് ഈ പെണ്ണ് സ്വർഗത്തിലേക്ക് നോക്കി നന്ദി പറയാൻ തുടങ്ങി, നന്ദി പറയാൻ തുടങ്ങി. ഈ പെണ്ണ് പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഇവരോട് പറഞ്ഞിരുന്നു, 21 ദിവസത്തേക്ക് നമുക്കൊരു പ്രാർത്ഥനാ രീതിയുണ്ട്. ധ്യാനം കഴിയുമ്പോൾ ഒരു തുടർച്ചയായിട്ട് ഒരു 21 ദിവസത്തേക്ക് ധ്യാനം കൂടിയതിൻ്റെ ആത്മീയ മേഖലകൾ തിരിച്ചറിയാൻ ഒരു പീരിയഡ് ഓഫ് ടൈം 21 ഡേയ്സ് ഒരു പ്രയർ ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഈ പ്രാർത്ഥനാ ദിനങ്ങളിൽ ദൈവം ചില കാര്യങ്ങൾ പ്രവർത്തിക്കും. പലതരത്തിൽ നമുക്ക് പീഡകളൊക്കെ ഉണ്ടാവും, പക്ഷേ ആത്യന്തികമായ വിജയം തമ്പുരാൻ കർത്താവിൻ്റെതായിരിക്കും. ഈ പെണ്ണോട്ട് പറയാണ്, അച്ചോ അത് കഴിഞ്ഞിട്ടുള്ള 21 ഡേയ്സ് ചില വചനങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വലിയ ഞെരുക്കം, വലിയ ഭാരം, പക്ഷേ എൻ്റെ ഉള്ളിൽ ശക്തമായൊരു പ്രചോദനം ദൈവം എനിക്ക് തരും, ദൈവം എനിക്ക് തരും. അച്ചോ ഞാൻ പ്രാർത്ഥിച്ചു, ഇതാ ഞാൻ കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് നല്ല ശമ്പളത്തോടുകൂടി കർത്താവ് എന്നെ ഇതാ ഉയർത്തിയിരിക്കുന്നു. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ദിവസങ്ങളിൽ ആ രാജ്യത്തേക്ക് പോവാണ്, നന്ദി പറയാൻ വന്നതാണ്. ഞാനിതെന്തിന് ഇവിടെ പറഞ്ഞെന്നറിയോ? ഇവിടെ ഇരിക്കുന്ന ചിലര്, ഓൺലൈനിൽ ഇരിക്കുന്ന ചിലര് ജീവിതത്തിൽ അയ്യോ നഷ്ടപ്പെട്ടല്ലോ, പോയല്ലോ, ഇനി എന്തു ചെയ്യും, വിഷമം, ഭാരം, രോഗം, ദുഃഖം, അവഗണന, ഇതിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കൂ, അതിനെ നോക്കിക്കൊണ്ടിരുന്നാൽ നീ അങ്ങനെ ഇരിക്കുമെന്ന് മാത്രമല്ല, നിന്റെ ജീവിതം പൈശാചികമായൊരു പീഡയിലേക്ക് നീ പോകും. ഒരിക്കലും നിന്റെ ജീവിതത്തെ അതിന് നീ വിട്ടുകൊടുക്കരുത്. മറിച്ച് തിരുവചനം പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ? നിന്റെ കയ്യിൽ എന്തുണ്ട് അത് നീ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പൊ ചിലർ ചോദിക്കും, എന്തുണ്ടായിട്ടാ നന്ദി പറയേണ്ടത്? നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ എന്താണോ അതില്ലായ്മയാണ്, അത് ഉയർത്തിക്കോണം. നിന്റെ ശാരീരിക വേദനയാണ്, അത് ഉയർത്തിക്കോണം. നിന്റെ കഷ്ടപ്പാടാണ്, അത് ഉയർത്തിക്കോണം. നിന്റെ ഉറക്കമില്ലായ്മയാണ്, അത് ഉയർത്തിക്കോണം. സ്വർഗത്തിലേക്ക് നോക്കി നന്ദി പറയുമ്പോൾ നിന്റെ മുമ്പിൽ കർത്താവ് 10,000-ങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കാൻ തക്കവണ്ണം, മറ്റുള്ളവരുടെയും നിന്റെയും ജീവിതത്തിൽ തൃപ്തിയാകോളം തക്കവണ്ണം നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. അതിനെയാണ് അത്ഭുതം എന്ന് പറയുന്നത്. വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. 1.5 വർഷമായെന്ന് തോന്നുന്നു ഒരു ചേട്ടൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ വലിയ സാമ്പത്തിക കടത്തിലാണ്, വലിയ സാമ്പത്തിക കടത്തിൽ. ചോദിച്ചു വന്നപ്പോഴത്തേക്ക് ഇയാൾ എന്നോട് പറഞ്ഞു, അച്ഛാ
ഒരു 3 കോടി രൂപയെങ്കിലും എനിക്ക് വേണം. 3 കോടി രൂപ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ വലിയ ഞെരുക്കാച്ച, വലിയ ഞെരുക്കം. ആരും തരുന്നില്ല. ചോദിച്ചു മടുത്തു. അച്ഛാ, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അവന്മാരൊക്കെ പോയി. ഇപ്പം ഞാൻ വലിയ ഞെരുക്കത്തിലാണ്. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ ഇപ്പം അപ്പം എന്ത് ചെയ്യും? എന്ത് ചെയ്യും അറിയത്തില്ല അച്ഛാ. ഞാൻ ചോദിച്ചു, അപ്പോൾ പിന്നെ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നത് അച്ഛൻ്റെ കയ്യിൽ വല്ല ടെക്നിക്കുണ്ടോ എന്നറിയാനാണ് വന്നത്. വല്ല ടെക്നിക്കുണ്ട്? ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ടെക്നിക്കുണ്ട്, ഞാൻ പറയാം. അപ്പോൾ പുള്ളി വിചാരിച്ചു എനിക്ക് ആരെങ്കിലുമൊക്കെ സാമ്പത്തിക ശേഷിയുള്ളവരെ പരിചയമുണ്ട്, അവരെ കണക്ട് ചെയ്ത് തരും. അച്ഛാ പറഞ്ഞു, അച്ഛാ എവിടെയൊക്കെ ആരൊക്കെ ടെക്നിക്കുള്ളത് നമുക്ക് അവരുടെയൊക്കെ കണ്ടുപോയി. ഞാൻ പറഞ്ഞു, ആ ടെക്നിക്കല്ല, മറിച്ച് സഹോദരൻ്റെ കയ്യിൽ എന്തുണ്ട്? അപ്പോൾ പുള്ളി പറഞ്ഞു, മൊത്തം ഒന്ന് വാരിപ്പിറക്കി കഴിഞ്ഞാൽ ഒരു 5000 രൂപ ഉണ്ടാവും. പക്ഷെ 3 കോടി രൂപയാണ് അച്ഛൻ എനിക്ക് കൊടുക്കേണ്ടത്. എനിക്ക് മൊത്തം ഒന്ന് വീട്ടിലെ ആലമാര് അത് ഇത് മൊത്തം തപ്പിയാൽ ഒരു 5000 രൂപ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു, അതെവിടെ? അല്ല, അത് അവിടെ ഇവിടെ കണ്ടാക്കി ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, അതെടുത്ത് ദൈവത്തിന് കൊടുക്കണം. അച്ഛൻ സ്തോത്രക്കാഴ്ചയെക്കുറിച്ചാണോ പറയുന്നത്? ഞാൻ പറയാം, സ്തോത്രക്കാഴ്ചയെക്കുറിച്ചല്ല. ഇനിയിപ്പോൾ ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന ചിലർ അത് ശരി, ഇത് പിരിവ്, അതല്ലെന്ന്. ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിൽ എന്തുണ്ട്? നീ ഇപ്പം എന്താ ചിന്തിക്കും? ഞാൻ 5000 രൂപയുടെ മുതലാളി ഇങ്ങനെ ഇരിക്കുന്നു, ഇനി എനിക്ക് 3 കോടി രൂപ വേണം. ഈ 3 കോടി രൂപയുള്ള വേറെ മുതലാളിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഒരു കാര്യം അറിയണം, ഈ 5000 രൂപ തന്ന ഒരാൾ നിനക്ക് മോളിലുണ്ടെന്ന്. ഈ 3 കോടി രൂപയുടെയും ഉടമസ്ഥൻ മോളിലുണ്ടെന്ന്. സമ്പത്തിന്റെ ഉടയവൻ ദൈവമാണ്. ഹല്ലേലൂയ. നീ 5000 കെട്ടിപ്പിടിച്ചോണ്ട് എൻ്റെ 5000 ഇനി കിട്ടാനുള്ള 3 കോടി ഇതും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. നിന്റെ കയ്യിലുള്ളത് എന്താണോ അത് ദൈവസന്നിധിയിൽ ഉയർത്തി നീ പ്രാർത്ഥിക്കുമ്പോൾ, നന്ദി പറയുമ്പോൾ, നിന്റെ 5000 തന്നെ കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റും. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അവസാനം ഞാൻ അദ്ദേഹത്തോടൊരു വചനം എഴുതി കൊടുത്തൊരു പേപ്പറിൽ, ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനം. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. ഇനി അറിയാൻ പാടില്ലെങ്കിൽ എഴുതി വെച്ച് പഠിച്ചോണം. സാമ്പത്തിക മേഖലകളിൽ ഞെരുക്കമുള്ളവര് ശ്രദ്ധിച്ചു പഠിക്കേണ്ട വചനമാണ്. ഏതാ വചനം പറഞ്ഞേ? ഫിലിപ്പി 4:19 പറഞ്ഞേ. എന്റെ ദൈവം തന്റെ സർവമഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഹല്ലേലൂയാ. വലതുകരം ഉയർത്തിപ്പിടിച്ച് വിശ്വസിച്ചതൊന്ന് ഏറ്റു പറഞ്ഞേ. എല്ലാവരും ഏറ്റു പറഞ്ഞേ. എന്റെ ദൈവം സർവമഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഓരോരുത്തരും ആ വചനം ക്ലെയിം ചെയ്യണം. നിങ്ങൾക്ക് നൽകുമെന്ന് പറയുന്നത് എനിക്ക് നൽകപ്പെടും. വലതുകരം ഉയർത്തിപ്പിടിച്ചോ. എന്റെ ദൈവം, എന്റെ ദൈവം. അത് പറയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ബലമാണ്. എന്റെ ദൈവം സർവമഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഹല്ലേലൂയാ. സമ്പത്തിന്റെ ഉടയവൻ ദൈവമാണ്, നീ അല്ലെന്ന്. നീ ഭൂമിയിൽ സമ്പാദിച്ചത് എണ്ണിപ്പെറുക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നു പോകും. നീ നോക്കുന്നത് കുറവാണ്. ആ കുറവിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കുറവ് മാത്രമേ നിനക്ക് ബോധ്യപ്പെടൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ മുമ്പിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. തൃപ്തിയാകുവോളം കർത്താവ് നൽകും. നീ വിശ്വസിക്കുക, അത് സമൃദ്ധിയാണ്. ഇന്നുള്ള കുറവ് കർത്താവ് ഒരു സമൃദ്ധിയായിട്ട് മാറ്റും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് നമ്മൾ വിശ്വസിക്കണം, അത് നമ്മൾ മനസ്സിൽ കാണണം. കർത്താവ് നിറച്ചളന്ന് എനിക്ക് നൽകും. അമർത്തി കുലുക്കി നിറച്ചളന്ന് എനിക്ക് നൽകും. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് വിശ്വസിക്കണം, മനസ്സിലത് കാണണം. കർത്താവ് എനിക്ക് സമൃദ്ധി നൽകും. യെസ്,
എൻ്റെ ജീവിതത്തിൻ്റെ ഏത് വഴികളിലും കർത്താവ് എനിക്ക് സമൃദ്ധി നൽകും. കാരണം കർത്താവ് വലിയവനാണ്, സമ്പത്തിൻ്റെ ഉടയവനാണ്. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഞങ്ങളുടെ കുറവുകൾ അനുഗ്രഹമായിട്ട് മാറും. ഓരോ വ്യക്തിയും ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് അത് ഏറ്റെടുക്കുക. കർത്താവെ, ഇതെന്നിൽ സംഭവിക്കട്ടെ. കർത്താവെ, ഇതെന്നിൽ സംഭവിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ലഭിക്കട്ടെ, തൃപ്തി ലഭിക്കട്ടെ. അമർത്തി കുലുക്കി നിറച്ചളന്ന് എൻ്റെ ദൈവം എനിക്ക് തരും. എൻ്റെ മക്കൾക്ക് നൽകും, എൻ്റെ ജീവിത പങ്കാളിക്ക് നൽകും, എൻ്റെ ജോലി സ്ഥലത്ത് നൽകും. എൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലും കർത്താവെ, ഈ സമൃദ്ധി ഞാൻ വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ഇതാ കർത്താവെ, ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. സമൃദ്ധി നൽകുന്ന ദൈവം, ഇന്നും ജീവിക്കുന്ന നൽകാം. എൻ്റെ പരാതികളെ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവം ഇതാ എന്നിൽ ജീവിക്കുന്നു. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് നിങ്ങളത് വിശ്വസിക്കണം. ഒരു പക്ഷേ ചില സ്വപ്നങ്ങളുമായിട്ട് പ്രാർത്ഥിക്കുന്നവർ ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത് മനസ്സിൽ കാണണം. സ്ഥലം കർത്താവ് വാങ്ങാൻ കൃപ നൽകുന്നു. എനിക്ക് ജോലി കർത്താവ് നൽകുന്നു. എൻ്റെ ജീവിതത്തിൽ കർത്താവ് കുഞ്ഞുങ്ങളെ നൽകുന്നു. എനിക്ക് കർത്താവ് നല്ല ജീവിതം നൽകുന്നു. ഓരോ മേഖലകളും നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് അത് സമൃദ്ധിയായിട്ട് നിന്റെ മുമ്പിൽ കിട്ടുന്നുവെന്ന് വിശ്വസിക്കുക. വചനം പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: 12 കൂട്ടം നിറയെ മിച്ചം വന്നു, അവർ തൃപ്തിയാകുവോളം ഭക്ഷിച്ചു. എൻ്റെ പ്രിയരെ, വയറ് നിറയുവോളം തൃപ്തിയാകുവോളം ഭക്ഷണം നൽകിയ ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഓരോ വ്യക്തിയും അത് ഏറ്റെടുക്കുക, മനസ്സിൽ കാണണം. ഏത് വിഷയത്തെക്കുറിച്ച് ഓർത്താണോ പ്രാർത്ഥിച്ചത്, ആ വിഷയത്തിൽ കർത്താവ് ഇടപെടുന്നു. ദേ, മകളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മ മനസ്സിൽ കാണണം, എൻ്റെ മകളുടെ വിവാഹം നടക്കുന്നു. യെസ്, അത് മനസ്സിൽ കണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. ഏത് വിഷയത്തെക്കുറിച്ച് ഓർക്കുന്നവരാണെങ്കിൽ രോഗികൾ ഇതാ വിശ്വസിക്കട്ടെ. നടക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗി ചിന്തിക്കണം, യെസ്, ഞാനിതാ നടക്കുന്നു, കർത്താവിൻ്റെ ബലത്തിൽ ഞാൻ നടക്കുന്നു. ഓരോ വ്യക്തിയും അത് വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ. സാമ്പത്തിക ഞെരുക്കത്തിൽ കഴിയുന്നവർ വിശ്വസിക്കണം, സമ്പത്തിൻ്റെ ഉടയവൻ എനിക്ക് സമ്പത്ത് നൽകും. യെസ്, നൽകുന്നു, ഞാൻ വിശ്വസിക്കുന്നു. കടബാധ്യതകൾ മാറുന്നു. മനോഹരമായ ദൃശ്യങ്ങൾ മനസ്സിൽ കാണണം. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെടുന്നു. ഇന്നും ജീവിക്കുന്ന ദൈവം ഇതാ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ഓരോ വ്യക്തിയുടെ മേലെ കർത്താവിന്റെ കൃപ ഒഴുകപ്പെടുന്ന സമയം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ ജീവിത വഴികളിൽ കർത്താവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. തടസ്സങ്ങൾ മാറ്റട്ടെ. കൃപയ്ക്ക് മേൽ കൃപ നിറയപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം നിറയപ്പെടട്ടെ. യേശുവേ, അത്ഭുത നാമത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കാരുണ്യം കൃപയായി പെയ്യുന്ന സമയം. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഇത് ദൈവജനത്തിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ കർത്താവേ.